അനീഷ് മാഷാണ്. ഇന്ന് രാവിലെ നമ്മൾ പഠിച്ച +1 ഫിസിക്സിലെ പ്രധാന ആശയങ്ങൾ ഒരിക്കൽ കൂടി തരികയാണ്. കേൾക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സാപ്പ് ഗ്രൂപ്പിലും നിങ്ങൾ ചോദിക്കുക. GHSലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 10ാം ക്ലാസ്സുകാർ 100% വിജയം സ്കൂളിൽ നൽകിക്കൊണ്ട് +1 ക്ലാസ്സിലേക്ക് ഉയർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിന് വേണ്ടി നിങ്ങൾ നൽകി തന്നത് വലിയ വിജയമാണ്. 100% വിജയം എന്നതിനപ്പുറം എല്ലാവർക്കും നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരുപാട് സന്തോഷമുണ്ട്. ഫിസിക്സിൽ പല സ്കൂളുകളിലും A+ൻ്റെ എണ്ണം കുറവായ സമയത്തും നമുക്ക് നല്ല ഒരു വിജയശതമാനം ഫിസിക്സിലും ഉണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ ഇനി +1 ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഫിസിക്സ് എന്ന വിഷയത്തിൽ ഒരു വലിയ പ്രയാസം ഉണ്ടാകരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. 8-10 കൊല്ലത്തോളം +1 +2 ക്ലാസ്സുകളിലാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഗസ്റ്റായിട്ടും പ്രൈവറ്റായിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 10ാം ക്ലാസ് ജയിച്ച് +1 +2ലേക്ക് പോകുമ്പോൾ എനിക്കറിയുന്ന സയൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ തയ്യാറായതിൻ്റെ കാരണം എൻ്റെ കുട്ടികൾ +1 ക്ലാസ് കേൾക്കുമ്പോൾ ഫിസിക്സ് മനസ്സിലാവണില്ല, പ്രയാസമാണ് എന്നൊരു പരാതി ഉണ്ടാകരുത്. അത് കരുതിയിട്ടാണ് ഇത്തരത്തിലൊരു ട്രെയിനിങ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. +1 ക്ലാസ്സിൽ തുടങ്ങാനായിട്ടില്ല. കൊറോണ കഴിഞ്ഞ് എന്തായാലും ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും കുട്ടികൾക്ക് +1 ഫിസിക്സ് ഒരു ബുദ്ധിമുട്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 10ാം ക്ലാസ് വരെ ഞങ്ങളെപ്പോലത്തെ ക്ലാസ്സിലെ ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞ് ഇനി +1 +2 അവിടെ മാക്സിമം ക്ലാസ്സുകളുടെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രയാസമായി തോന്നും എന്നൊരു പേടി എനിക്കുണ്ട്. കാരണം നമ്മൾ പക്കാ മലയാളം ക്ലാസ് എടുത്താണ് ഇത്രയും മാസങ്ങൾ നമ്മുടെ സ്കൂളിൽ മുന്നോട്ട് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് മാറ്റണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലൊരു ട്രെയിനിങ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കുറച്ച് മാസങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ് തരുന്ന ക്ലാസ് തന്നെ നന്നായിട്ട് മനസ്സിലാക്കി പോകാൻ പറ്റും. പ്രത്യേകിച്ച് ബയോളജി സയൻസ് എടുക്കാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. കാരണം നമ്മളും ആ വിഷയം പഠിച്ചെന്നതുകൊണ്ട് എൻ്റെ കുട്ടികൾ ആ വിഷയത്തിലേക്ക് പോകുമ്പോൾ ഇത്തിരി സന്തോഷം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു 2-3 മാസം വരെ +1 ക്ലാസ്സുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ആ ഒരു പ്രയാസം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞാനും 10ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായ GHSലെ കുട്ടികളും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ മക്കളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പും ടെലഗ്രാം ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെ എനിക്കറിയുന്ന ഹയർ സെക്കൻഡറി ഫിസിക്സ് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് PDF നോട്ടുകളും ക്വസ്റ്റ്യൻ മോഡലൊക്കെ തരാം കേട്ടോ. കാരണം സാറ് കുറേ കൊല്ലം +1 +2ലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് PSC കിട്ടി ഹൈസ്കൂളിലേക്ക് എത്തിയത്. അപ്പോൾ ആ +1 +2 ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകുമോ എന്നൊരു പേടിയുള്ളത് കൊണ്ടാണ് ഞാനിത് നടത്തുന്നത്. നിങ്ങൾക്ക് ഗുണം കിട്ടും, അതുപോലെ എനിക്കും എൻ്റെ അറിവ് നിലനിർത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് ഇത് ചെയ്യുന്നത്. ഇതല്ലാതെ വേറൊരു ഉദ്ദേശം ഈ ക്ലാസ്സിൻ്റെ പിറകിലില്ല. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് വരാം. നമ്മുടെ ഫിസിക്സിൽ +1 ഫിസിക്സിൽ മൊത്തം 15 ചാപ്റ്ററാണുള്ളത്. ആ 15 ചാപ്റ്ററുകളുടെ പേരുകൾ സാർ ഒന്ന് പെട്ടെന്ന് പറയുകയാണ്. 1ാമത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് ആണ്. 2ാമത്തെ ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. 3 മോഷൻ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ മോഷനാണ്. 4 മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. 5 ലോസ് ഓഫ് മോഷനാണ്. 6 വർക്ക് എനർജി പവർ ആണ്. 7 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്. 8 ഗ്രാവിറ്റേഷനാണ്. ഇതോടുകൂടി 1ാമത്തെ വോളിയം തീരും. 8 ചാപ്റ്ററുകളാണ് 1ാമത്തെ വോളിയത്തിലുള്ളത് അല്ലെങ്കിൽ 1ാമത്തെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത്.
പിന്നീട് രണ്ടാമത്തെ വോളിയത്തിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോൾഡ് 9ാമത്തെ ചാപ്റ്റർ, പിന്നെ 10ാമത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, അതുപോലെ തന്നെ അടുത്ത ചാപ്റ്റർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, പിന്നെ ഓസിലേഷൻസ്, വേവ്സ്. ഇത്രയുമാണ് +1 ക്ലാസ്സിലെ മുഴുവൻ ചാപ്റ്ററുകളുടെ പേരുകൾ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചാപ്റ്ററായ ഫിസിക്കൽ വേൾഡാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. രാവിലെ സൂം ക്ലാസ് റൂമിലൂടെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. ആദിത്യ, അതുപോലെ മുബഷിറ, നിതിൻ, അശ്വിൻ, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇന്ന് രാവിലത്തെ സൂം ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളായിട്ടുള്ള വിസ്മയും അതുപോലെ മണികണ്ഠനൊക്കെ ഇനിയും പങ്കെടുക്കാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ ഒരിക്കൽ കൂടി. ഫിസിക്കൽ വേൾഡിലെ ഒന്നാമത്തെ പോയിൻ്റ് സയൻസ് എന്ന പോയിൻ്റാണ്. എന്താണ് ശാസ്ത്രം? എന്താണ് സയൻസ്? സയൻസ് എന്നുള്ളത് നാം ജീവിക്കുന്ന ചുറ്റുപാടിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള മനുഷ്യൻ്റെ ഒരു ശ്രമത്തെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. വ്യക്തമാക്കി തരികയാണ്. സയൻസ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു നോ മോർ അബൌട്ട് അവർ യൂണിവേഴ്സ്. ഇതാണ് സയൻസിൻ്റെ ഡെഫിനിഷൻ, സിമ്പിൾ ഡെഫിനിഷൻ. ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോൾ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അക്വയറിംഗ് നോളജ് about the surroundings by careful observations and experimentations over a period of time. ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു നോ മോർ അബൌട്ട് അവർ യൂണിവേഴ്സ് എന്ന് മാത്രമാണ്. സയൻസ് ഒറിജിനേറ്റഡ് ഫ്രം ലാറ്റിൻ വെർബ് ദാറ്റ് ഈസ് കോൾഡ് സയൻഷ്യ. സയൻസ് എന്ന് പറയുന്നത്, സയൻഷ്യ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ക്രിയ, വെർബാണ്. ആ ക്രിയയിൽ നിന്നാണ് സയൻസ് എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ നോക്കാം. Systematic observation, controlled experiments, qualitative reasoning, quantitative reasoning, mathematical modeling, prediction, verification or falsification of theories. ഇത്രയുമാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഒരു പോയിന്റിലേക്ക് വരാം. എന്താണ് സയൻസിൻ്റെ പ്രകൃതം അല്ലെങ്കിൽ സവിശേഷത? നേച്ചർ ഓഫ് സയൻസ് എന്താണ്? സയൻസ് പഠിക്കുമ്പം നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് സയൻസിൻ്റെ ഒരു നേച്ചർ. എന്താണ്? സയൻസ് ഈസ് എവർ ഡൈനാമിക്. സയൻസ് എപ്പോഴും ചലനാത്മകമായിരിക്കും. ഇതാണ് സയൻസിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. സോ റിപ്പീറ്റ് ചെയ്യുന്നു, നേച്ചർ ഓഫ് സയൻസ്, സയൻസ് ഈസ് എവർ ഡൈനാമിക്. അതുപോലെ തന്നെ സയൻസിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത, ദർ ഈസ് നോ ഫൈനൽ തിയറീസ് ഇൻ സയൻസ്. അതായത് സയൻസിന് ഒരവസാന തിയറി എന്നൊന്നില്ല. എന്ന് വെച്ചാൽ ഇന്നലെ വരെ എന്നല്ല, കഴിഞ്ഞ സെക്കൻഡിൽ പറഞ്ഞു നിർത്തിയ ഒരു കാര്യത്തെ അടുത്ത സെക്കൻഡിൽ അതിനെ മോഡിഫൈ ചെയ്യും. എന്ന് വെച്ചാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രലോകം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരല്ല സയൻസുകാർ. പുതിയ അറിവുകളെ ഉൾക്കൊണ്ടിട്ടും പുതിയ ചിന്തകളിലേക്ക് നീങ്ങിക്കൊണ്ടും സയൻസ് അങ്ങനെ ഡൈനാമിക്കായി ചലനാത്മകമായി പോയിക്കൊണ്ടിരിക്കുന്നു. സയൻസിനെ വിമർശിക്കുന്നവർക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്കൊരു സ്ഥിരതയില്ലേ എന്നൊക്കെ ചോദിക്കാം. തെറ്റായ അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ നിന്നും മാറില്ല എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ല നമ്മുടേത്. നമുക്ക് കൃത്യമായി ഒരു സ്ഥിരത ഉണ്ട്. പക്ഷെ അത് പുതിയ അറിവിനനുസരിച്ച് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും.
അതാണ് സയൻസിൻ്റെ രണ്ടാമത്തെ വലിയ കാര്യം. മൂന്നാമത്തെ ഒരു പോയിൻ്റ് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ്. സർ പറഞ്ഞു ഒരു ഫൈനൽ തിയറി സയൻസിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് സ്ഥിരതയില്ലേ എന്ന് ചോദിക്കും. സ്ഥിരതയുണ്ട്, പക്ഷേ എന്താ പ്രത്യേകത? ആ ഒരു മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തുന്നത് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു ചെയ്യപ്പെട്ട ഒരു സയൻറ്റിഫിക് ലോയുടെ ബേസിൽ മാത്രമേ നമ്മൾ ആ ചേഞ്ചിലേക്ക് പോവുള്ളൂ. അതുകൊണ്ട് മോഡിഫിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ഇൻ എസ്റ്റാബ്ലിഷ്ഡ് സയൻറ്റിഫിക് ലോസ്. അതായത് നാം ഓരോ വ്യത്യാസം വരുത്തുന്നതും കൃത്യമായി ഇതുവരെ കണ്ടെത്തിയ നിയമാവലിയുടെ അല്ലെങ്കിൽ പ്രതിഭാസങ്ങളുടെ അല്ലെങ്കിൽ തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും സയൻസിന് സ്ഥിരതയുണ്ട്. സയൻസ് എവർ ഡൈനാമിക്കാണ്. ഇതിലെ മോഡിഫിക്കേഷൻസൊക്കെ കൃത്യമായ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട തിയറി അല്ലെങ്കിൽ സിദ്ധാന്തത്തിനും അതുപോലെ നിയമങ്ങൾക്കും അടിസ്ഥാനമായിട്ട് തന്നെയാണ്. യെസ്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനി ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ അടുത്ത പോയിന്റ് വാട്ട് ഈസ് ഫിസിക്സ് എന്നതാണ്. നേരത്തെ സയൻസ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ എന്താണ് ഫിസിക്സ് എന്ന് പഠിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് തവണ ഞാൻ ചോദിക്കേണ്ടി വന്നു എന്താണ് ഫിസിക്സ് എന്നുള്ളത്. കാരണം നമ്മൾ പഠിച്ചു കഴിയുന്ന കാര്യങ്ങൾ മറന്നു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നും ഓർത്തു വയ്ക്കേണ്ട നിയമങ്ങളും നിർവചനങ്ങളും എന്നും ഓർത്തു വയ്ക്കുക തന്നെ വേണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അടിസ്ഥാനപരമായ അറിവുകളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നിരന്തരം നമ്മളതിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ +1 +2 സയൻസ് പഠിക്കാൻ പോകുന്നത് ഏറ്റവും വലിയൊരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി അന്നന്ന് കിട്ടുന്ന ക്ലാസ്സുകളെക്കുറിച്ച് നല്ല ബോധമുള്ളവരായിരിക്കണം. എന്നും ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി എഴുതി പഠിക്കുക തന്നെ വേണം. അപ്പോൾ എന്താണ് ഫിസിക്സ്? എല്ലാവർക്കും അറിയാം, ഫിസിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എന്ന് പറഞ്ഞ് പറയും എല്ലാവരും, അല്ലേ? ശരി, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഫിസിക്സ് എന്ന് പറയുന്നത് സയൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ്. നിങ്ങൾക്കറിയാം, ഫിസിക്സും കെമിസ്ട്രിയും ചേർത്ത് നമ്മളതിനെ ഫിസിക്കൽ സയൻസ് എന്ന പേരിൽ അറിയപ്പെടും. ബയോളജിയെ നാച്ചുറൽ സയൻസ് എന്നും പറയും, അറിയാലോ. അപ്പം സയൻസിലെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളിൽ മദർ ഓഫ് സയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, ഈ വിഷയങ്ങളിൽ ഫിസിക്സിൻ്റെ പ്രാധാന്യം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എനർജി ഫോംസിനെ കുറിച്ചും നാച്ചുറൽ ഫിനോമിനയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഫിസിക്സിന് കൃത്യമായൊരു നാമകരണം ഉണ്ട്, ഒരു പേരുണ്ട്. അതായത് ഫ്യൂസിസ് അല്ലെങ്കിൽ ഫിസിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫിസിക്സ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ ഫിസിക്സിൽ പഠിക്കുന്നത് എനർജി ഫോംസിനെ കുറിച്ചും നാച്ചുറൽ ഫിനോമിനയെക്കുറിച്ചും ഡിവൈസസിനെ കുറിച്ചും യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിനെ കുറിച്ചുമാണ്. കാരണം 2 കാലഘട്ടത്തിലാണ് ഫിസിക്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. 16-ാം നൂറ്റാണ്ട് വരെയും അതിനുശേഷവും ഉള്ള 2 കാലഘട്ടമാണ്. അതിന് നമ്മൾ 2ആയി തിരിക്കുമ്പോൾ ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സ് എന്നും മറ്റൊന്ന് മോഡേൺ ഫിസിക്സ് എന്നും 2ആയി തിരിക്കുന്നുണ്ട്. ഇതിൽ ഫിസിക്സിന് പൊതുവെ പറയുന്ന രീതി ഇത് ഒരു പ്രകൃതി ദർശനമാണെന്നാണ്. ഇനി എന്തെല്ലാമാണ് ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നത്? എനർജി ഫോംസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, നാച്ചുറൽ ഫിനോമിന, ഡിവൈസസ്, യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഒന്ന് എനർജി ഫോംസ്. ഏതാണത്? ഊർജ്ജരൂപങ്ങൾ. ഏതൊക്കെ ഊർജ്ജരൂപങ്ങൾ? സോളാർ എനർജി, ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, കൈനറ്റിക് എനർജി, മെക്കാനിക്കൽ എനർജി, മാഗ്നറ്റിക് എനർജി, ഇലക്ട്രിക്കൽ എനർജി, സൗണ്ട് എനർജി, ന്യൂക്ലിയർ എനർജി, കെമിക്കൽ എനർജി, അങ്ങനെ ഇഷ്ടം പോലെ എനർജി ഫോംസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എനർജി ഫോംസിനെ കുറിച്ചുള്ള പഠനത്തിന് ഫിസിക്സ് എന്ന് പറയാം. മാസും ഇതിൽപ്പെട്ട ഒരാളാണ്. എനർജി ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു ക്വാണ്ടിറ്റിയാണ് മാസ്. രണ്ടാമത്തെ കാര്യം നാച്ചുറൽ ഫിനോമിന. എന്താണ് നാച്ചുറൽ ഫിനോമിന? നാച്ചുറൽ ഫിനോമിന മീൻസ് ഇറ്റ് ഈസ് എ ചേഞ്ച് occurring in the nature by the influence of any energy form. ശരി,
അടുത്ത പോയിന്റിലേക്ക് നീങ്ങാം. സ്കോപ്പ് ഓഫ് ഫിസിക്സ്. ഫിസിക്സിൻ്റെ സ്കോപ്പ് എന്താണ്? രണ്ട് തരത്തിലാണ് ഇത് നേച്ചറിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. അതിന് നമ്മൾ ഡൊമൈൻസ് എന്ന് പറയും. ഫിസിക്സ് പ്രകൃതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഡൊമൈൻസാണ്. ഒന്ന് മാക്രോസ്കോപ്പിക് ഡൊമൈൻ, രണ്ട് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ. മാക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മളെ ടെറസ്ട്രിയൽ ബോഡീസ്, അതുപോലെ തന്നെ ഹെവൻലി ബോഡീസ്, അതുപോലെ തന്നെ യൂണിവേഴ്സ്, ഇത്തരത്തിൽ മാക്രോ എന്ന് വെച്ചാൽ വലിയ വസ്തുക്കൾ, കണ്ണിന് മുൻപിൽ കാണാൻ പറ്റുന്ന വലിയ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് മാക്രോസ്കോപ്പിക് എന്ന് പറയാം. അപ്പോൾ ഡൊമൈൻ ഓഫ് ഫിസിക്സിൽ ഒന്നാമത്തെ സെക്ഷൻ മാക്രോസ്കോപ്പിക് എന്നാണ്. അത് ഈ പറയുന്ന പോലെ ടെറസ്ട്രിയൽ ബോഡീസ്, ഭൗമ വസ്തുക്കൾ, സെലസ്റ്റിയൽ ബോഡീസ്, ആകാശഗോളങ്ങൾ, അതുപോലെ ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ മാക്രോ എന്ന് പറയുക. മാക്രോ മീൻസ് വലുത്, കണ്ണിൽ കാണാൻ കഴിയുന്നത്. സ്കോപ്പ് ഓഫ് ഫിസിക്സിൽ രണ്ടാമത്തെ പോയിന്റിൽ ഡൊമൈൻസ് ഓഫ് ഫിസിക്സ് എന്നുള്ളതിൽ രണ്ട് മൈക്രോസ്കോപ്പിക് ആണ്. അത് അറ്റോമിക് ലെവൽ, മോളിക്കുലാർ ലെവൽ, ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിനെ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് പറയും. അടുത്തത് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് ആണ്. സാർ പറഞ്ഞു രണ്ട് ഡൊമൈൻസാണ് ഫിസിക്സിന് വരുന്നത്. ഒന്ന് മാക്രോസ്കോപ്പിക്, രണ്ട് മൈക്രോസ്കോപ്പിക്. മാക്രോസ്കോപ്പിക് ആണെങ്കിലും മൈക്രോസ്കോപ്പിക് ആണെങ്കിലും ഇത് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഫിസിക്സ് മുന്നോട്ട് പോണത്. മാക്രോസ്കോപ്പിക് ഡൊമൈനിൽ വരുന്ന ഫിസിക്സിലെ ബ്രാഞ്ചുകളാണ് മാക്രോസ്കോപ്പിക്. ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയപ്പെടുന്ന ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ മെക്കാനിക്സ്, അതുപോലെ തന്നെ സൗണ്ട്, മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ, വേവ്സ്, ഓപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, ഇതൊക്കെ ക്ലാസിക്കൽ എന്ന് പറയപ്പെടുന്ന മാക്രോസ്കോപ്പിക്കിൽ വരുന്ന ബ്രാഞ്ചാണെങ്കിൽ മൈക്രോസ്കോപ്പിക് എന്ന് പറയുന്ന സൂക്ഷ്മതലത്തിലുള്ള ഫിസിക്സ് ആണ്. ന്യൂക്ലിയർ ഫിസിക്സ്, അറ്റോമിക് ഫിസിക്സ്, സോളിഡ് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ ആ ബ്രാഞ്ച് പോകും. ഓക്കെ, ഇതാണ് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്. ആപ്ലിക്കേഷൻ ഇൻ സൊസൈറ്റി. ഫിസിക്സ് അല്ലെങ്കിൽ സയൻസ് സൊസൈറ്റിയും അതുപോലെ തന്നെ ടെക്നോളജിയും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റുമായിട്ട് ഇൻ്റർ റിലേറ്റഡ് ആണ്. ഫിസിക്സ് ആൻഡ് ടെക്നോളജി ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ബോത്ത് ഹാവ് എ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. Technology is the application of the principles of physics for practical purpose. പ്രാക്ടിക്കൽ പർപ്പസ്, പ്രായോഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അത് സയൻസിലെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഫിസിക്സ് ആക്ട്സ് ഓൺ ബിഹാഫ് ഓഫ് ആൻഡ് ഹോപ്പ്ഫുൾ ടു ദ ബെനിഫിറ്റ് ഓഫ് മാൻകൈൻഡ്. മാനവരാശിക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പലതും സംഭാവന ചെയ്തിരിക്കുന്ന ഒരേ ഒരു ബ്രാഞ്ച് ഫിസിക്സ് ആണ്. The modern developments in physics have catered to fulfill the needs of society and make their lifestyle more comfortable. നമ്മളുടെ ഫിസിക്സിൻ്റെ വരവോട് കൂടിയിട്ട് ഈ പറയുന്ന മാനവരാശിയിൽ ഉണ്ടായ ഒരു മാറ്റം, അത് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യയാണെങ്കിലും ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഒരുപാട് വലിയ സംഭാവന നൽകിയിട്ടുള്ളതാണ് നമ്മുടെ ഫിസിക്സ്. ഈ ചാപ്റ്ററിലെ അവസാന ഭാഗത്തേക്ക് വരുന്നു. ചാപ്റ്ററിൽ അവസാന ഭാഗം പറയുന്നത് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പറയാനുള്ളത്. പ്രകൃതിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഫോഴ്സുകൾ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഫണ്ടമെൻ്റൽ ഫോഴ്സസുകൾ ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, രണ്ട് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സാണ്, മൂന്ന് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സാണ്, നാല് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഇൻ നേച്ചർ എന്ന പോയിന്റിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇത്തരത്തിൽ 4 ഫോഴ്സുകളാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ any two body in the universe. That is gravitational force. But in the case of earth can attract every object in the center of earth, so that is called gravity. എർത്ത് അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എല്ലാ വസ്തുക്കളെ ആകർഷിക്കുന്നതിനെ ഗ്രാവിറ്റി എന്നും
എർത്ത് പോലുള്ള മറ്റ് പ്ലാനറ്റുകളും അതുപോലെ തന്നെ സാറ്റലൈറ്റുകളും അതുപോലെ തന്നെ സ്റ്റാർസും അതുപോലെ ഒബ്ജക്റ്റുകളും തമ്മിലുള്ള അട്രാക്ഷൻ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നും പറയും. ബേസിക്കലി വ്യത്യാസമൊന്നുമില്ലെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റൈലിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒരു പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ട പേര് ഗ്രാവിറ്റി ആയിട്ടും യൂണിവേഴ്സിലെ ഏത് രണ്ട് ഒബ്ജക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിട്ടും പറയും. ഫോർ എക്സാമ്പിൾ, ഇൻസൈഡ് എ nucleus there are two particles, one is called a neutron and another is called a proton. So there is an attraction between neutron and a proton, that is called gravitational force. But we can say that that is also due to the gravitational force, but actually that is called nuclear force. But we can see the force between neutron and proton on the basis of gravitational influence. അപ്പോൾ ഒരാട്ടത്തിലെ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുണ്ടാകുന്ന ഫോഴ്സിനെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയാം. അതേപോലെ തന്നെ അതിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലും പറയാം. ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റി പറയാനുള്ളത്. ദിസ് ഈസ് കോൾഡ് വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ്. അതായത് പ്രപഞ്ചത്തിൽ ഏറ്റവും വീക്കായ, ഏറ്റവും അശക്തമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തി കുറവുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ്. പക്ഷെ പേരുകൊണ്ട് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നൊരു ഫോഴ്സ് നമുക്കുണ്ട്. ആ ഫോഴ്സ് എന്താണ്? ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ന്യൂട്രോണും പ്രോട്ടോണും ഒരുമിച്ച് നിൽക്കുന്ന ന്യൂക്ലിയസ്. മാസീവായ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള അനുപാതം കറക്റ്റ് അല്ലാതിരിക്കുകയും ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയും ചെയ്യും. അതേസമയം അതിനുള്ളൊന്ന് ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്ന റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ഇതിൽ ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജാണ്, ബീറ്റ നെഗറ്റീവ് ചാർജാണ്, ഗാമ ചാർജ്ലെസ് ആണ്. ഇതിൽ നിന്ന് പോകുന്ന നെഗറ്റീവ് ചാർജായ ബീറ്റ പാർട്ടിക്കിൾസിനെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യാൻ നോക്കും. കാരണം ന്യൂക്ലിയസ് പോസിറ്റീവ് ആണല്ലോ. പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യാൻ നോക്കും, പക്ഷെ കിട്ടില്ല. ഇതിനെയാണ് നമ്മൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുക. റിപ്പീറ്റ് ചെയ്യുന്നു, weak nuclear force is the force in between beta particle and the nucleus of an atom. Then third point, that is called electromagnetic force. Electromagnetic force means that is a force between both electric and magnetic force, which means an electric charge can make electric field, moving charge can produce magnetic field. So there are two type of field related to the charge. If we consider a single charge that is at rest, stationary, that means rest, this charge can produce electric field, but in the case of moving charge that will produce magnetic field. അതായത് ഒരു ചാർജ് റെസ്റ്റിലാണെങ്കിൽ ആ റെസ്റ്റിലുള്ള ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിനെ ഇലക്ട്രിക് ഫീൽഡ് എന്നും, ഇതേ ചാർജ് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡ് എന്നും പറയും. ഈ രണ്ട് ഫീൽഡിൻ്റെയും കോമ്പിനേഷനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. അതായത് രണ്ട് ചാർജ് ബോഡി കിടക്കുണ്ടാകുന്ന ഇൻട്രാക്ഷനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുക. വൈദ്യുത കാന്തിക ബലമെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇതാണ് ഒരു സണ്ണിലാണെങ്കിലും സ്റ്റാർസിലാണെങ്കിലും ഒരു ടെമ്പറേച്ചർ മേക്ക് ചെയ്യുന്ന ഡിവൈസിലാണെങ്കിലൊക്കെ ഉണ്ടാകുന്നത് ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ലാസ്റ്റ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നുള്ളത് ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ ന്യൂട്രോണും പ്രോട്ടോണും ഇടയ്ക്ക് ഉണ്ടാകുന്ന ഇൻട്രാക്ഷനെയാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും 10⁻38 10⁻38 ടൈംസ് സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ള ആശയങ്ങൾ. അപ്പോൾ ഇന്ന് കേട്ട ക്ലാസ്സിനെ സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റത്തെ ആശയം സയൻസ് എന്താണെന്നാണ്, ശാസ്ത്രം എന്താണെന്നാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് നാം ജീവിക്കുന്ന ചുറ്റുപാടിനെക്കുറിച്ചും അതിലെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ പ്രതിഭാസങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് സയൻസ്. ഇതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. അതുകൊണ്ട് നമ്മളിതിനെ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഓർ അറ്റംപ്റ്റ് ടു നോ മോർ എബൌട്ട് അവർ യൂണിവേഴ്സ് എന്ന് പറയുന്നു. സയൻഷ്യ എന്ന് പറയുന്ന ലാറ്റിൻ വെർബിൽ നിന്നാണ് സയൻസ് ഉണ്ടായത്. ഇതിന് മീനിങ് ടു നോ എന്നാണ്, അറിയുക എന്നാണ്. രണ്ടാമത്തെ പോയിന്റ് ഫിസിക്സ് ആണ്. ഫിസിക്കോസ് അല്ലെങ്കിൽ ഫ്യൂസിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫിസിക്സ് എന്ന വാക്കുണ്ടായത്. നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി ദർശനം എന്നാണ് ഇതിന് മീനിങ്. ഫിസിക്സിൽ പഠിക്കുന്നത് എനർജി ഫോംസിനെ കുറിച്ചും ഊർജ്ജരൂപങ്ങളെക്കുറിച്ച്, നാച്ചുറൽ ഫിനോമിനയെക്കുറിച്ചും പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച്, യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിനെ കുറിച്ചും അളവുകളും യൂണിറ്റുകളെയും കുറിച്ച്, ഡിവൈസിനെ കുറിച്ചുമാണ്, ഉപകരണങ്ങളെക്കുറിച്ചുമാണ്. പിന്നെ സാറ് പറഞ്ഞത് ഇതിൻ്റെ ഒരു
സ്കോപ്പാണ്. അതിന് നമ്മൾ 2 ഡൊമൈനായിട്ട് മാറ്റി. മാക്രോസ്കോപ്പിക്കും അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞു. മാക്രോസ്കോപ്പിക് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മളെ കണ്ണിൽ കാണാൻ പറ്റുന്ന വലിയ വസ്തുക്കളെക്കുറിച്ചും, മൈക്രോസ്കോപ്പിക് പറയുന്നത് കണ്ണിൽ കാണാൻ പറ്റാത്ത ചെറിയ വസ്തുക്കളെക്കുറിച്ചുമാണ്. പിന്നെ സാറ് പറഞ്ഞത് ബ്രാഞ്ചസ് ആണ്. ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് 16-ാം നൂറ്റാണ്ട് വരെയും, ശേഷം മോഡേൺ ഫിസിക്സ് എന്ന ബ്രാഞ്ച് 17-ാം നൂറ്റാണ്ടിന് ശേഷവുമാണ് ഉണ്ടായിട്ടുള്ളത്. ക്ലാസിക്കൽ ഫിസിക്സിൽ ഒപ്റ്റിക്സ്, ഇലക്ട്രിസിറ്റി, സൗണ്ട്, വേവ്സ്, അങ്ങനെ കുറേ പോയിന്റുകൾ വരുന്നുണ്ട്. അതേസമയം മോഡേൺ ഫിസിക്സിലെ ഇലക്ട്രോണിക്സ്, അതുപോലെ ന്യൂക്ലിയർ ഫിസിക്സ്, അറ്റോമിക് ഫിസിക്സ്, ബയോളജിക്കൽ ഫിസിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മോഡേൺ ഫിസിക്സിൽ വരുന്നുണ്ട്. പിന്നീട് സൊസൈറ്റിയും ടെക്നോളജിയും ഡെവലപ്മെൻറ്റും സയൻസുമായിട്ടുള്ള റിലേഷൻ പഠിച്ചു. ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ അവിടെ കൃത്യമായ ടെക്നോളജി ഉണ്ടായിരിക്കണം. ആ ടെക്നോളജിക്ക് കാരണക്കാരനായിട്ടുള്ളത് സയൻസാണ്. അപ്പോൾ ഒരു നാടിൻ്റെ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ ആ നാട്ടിലെ ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നു എന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ യൂണിവേഴ്സിൽ കാണുന്ന 4 പ്രധാനപ്പെട്ട ഫോഴ്സുകളെ കുറിച്ച് പഠിച്ചു. അത് ഒന്ന് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും, ഇതിൻ്റെ പേര് വെരി വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദി യൂണിവേഴ്സ് എന്ന് പറയും. രണ്ടാമത്തെ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, മൂന്നാമത്തെ ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, നാലാമത്തെ ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. രാവിലത്തെ സൂം ക്ലാസ് കേട്ടു ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാ കുട്ടികൾക്കും നന്ദി. ഇപ്പോൾ സാർ ഇത് ടെലഗ്രാമിലും വാട്സാപ്പ് ഗ്രൂപ്പിലും ഇട്ട് തരാം. എല്ലാവരും തമ്മിൽ ഷെയർ ചെയ്ത് പഠിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സാറ് ഈ ക്ലാസ് എടുക്കുന്നത് ഒരു ഉദ്ദേശത്തിലുമല്ല, സാമ്പത്തിക ലാഭമോ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മക്കൾ 10ാം ക്ലാസ്സിൽ നിന്ന് +1 പോകുമ്പോൾ +1 ക്ലാസ് കേൾക്കുമ്പോൾ ആദ്യത്തെ 2-3 മാസങ്ങൾ ഒരു പ്രയാസം നേരിടാറുണ്ട്. സ്ഥിരമായി എന്നെ കുട്ടികൾ വിളിച്ച് പറയാറുണ്ട്. ആ ഒരു പ്രയാസം എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ക്ലാസ്സുകൾ ചെയ്യുന്നത്. നന്ദി.